ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പിയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവം എന്ന് പറയുന്നത് ഒരു മുളക് കറിയാണ് കേട്ടോ. ഒപ്പം അതിൻ്റെ അകത്ത് പാവയ്ക്കയും കൂടി ചേർത്തിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുകും പൊട്ടിക്കുക. ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണല്ലോ അല്ലേ? എന്നാലും ഒരു ഓളത്തിന് അങ്ങോട്ട് പറയല്ലോ നമ്മൾ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന മുളകും പാവയ്ക്കയും അതിൻ്റെ ഒപ്പം കുറച്ച് തേങ്ങ കൊത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായി വഴണ്ട് വരട്ടെ. നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പില ചേർക്കുന്നുണ്ടേ. അത്യാവശ്യം കിടന്നോട്ടെ കറിവേപ്പില. ഇഷ്ടംപടി കറിവേപ്പില ഉണ്ടല്ലോ, അങ്ങ് ചേർത്തോട്. നന്നായി വഴറ്റട്ടെ. ആ തേങ്ങയൊക്കെ എണ്ണയ്ക്കകത്ത് നന്നായി മൊരിഞ്ഞ് വരണേ. അതുപോലെ തന്നെ മുളകും ആ പാവയ്ക്കയും എല്ലാം എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വരണം. മൊരിയണ്ട, ഒന്ന് വഴണ്ട് വരണം. നന്നായി വഴറ്റിയെടുക്കുക. പണ്ടൊക്കെ ഇതൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അമ്മയൊക്കെ ഇങ്ങനെ വെച്ച് തരുമ്പോൾ നല്ല സൂപ്പറായിട്ട് മാക്കെന്ന് പറഞ്ഞ് തിന്നും. ഇപ്പോഴാണ് ഈ കറിയൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ പഠിച്ചെടുത്തത് കേട്ടോ. ഇപ്പോഴാണേലും പൊന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആക്രാന്തം പിടിച്ച പോലെ വലിച്ചു വാരി തിന്നും. അന്നേരം അമ്മ ചോദിക്കും, നീ എന്താ അവിടെ പട്ടിണിയാണോ എന്ന്. അതൊന്നും അല്ല കേട്ടോ. എത്ര കിട്ടിയാലും നമ്മൾ അമ്മമാരുടെ കൈപ്പുണ്യം ഒന്ന് വേറെയല്ലേ അല്ലേ. നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തു കേട്ടോ. നമ്മൾ വിഷയം മാറിപ്പോണു. ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കണേ. മുളക് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഒരു ലേശം കളറിന് വേണ്ടി മുളക് പൊടി ചേർക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ ഇട്ട മുളകിന് നല്ല എരിവുണ്ടാവും. അപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ചെറിയ പിഞ്ച് മുളകാണ് ഞാൻ പറിച്ച് ചേർത്തേക്കുന്നത് ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ലേശം ചേർത്തത്. നന്നായി വഴണ്ട് വരട്ടെ. ആ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ കുത്തലൊക്കെ ഒന്ന് മാറണേ. നന്നായി വഴറ്റിയെടുക്കുക. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും ചെയ്യുക അല്ലേ. അപ്പം ചിലർ കായപ്പൊടി ചേർക്കും, ഉലുവ ചേർക്കും, അങ്ങനെയൊക്കെ. നമ്മളിവിടെ ചേർക്കാറില്ല കേട്ടോ അതൊന്നും. പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വാളംപുളി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ച് വെട്ടിത്തിളച്ച് ഒന്ന് കുറുകാൻ നിൽക്കണം കേട്ടോ. തിള വന്നിട്ടുണ്ടേ. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ആ പുളിവെള്ളവും ഉപ്പും ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ അതിൻ്റെ അകത്തേക്ക്. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളൊരിതാണ് വെല്ലം. വെല്ലം ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം ബാലൻസായി വരുന്നത് കേട്ടോ കറിക്ക്. അത്യാവശ്യം വേണ്ട വെല്ലം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കും. വെല്ലം ചേർത്തതിന് ശേഷം ഇത് കുറുകും കേട്ടോ. ഇത് കുറുകി സെറ്റായി വരും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. തിളച്ച് ഒന്ന് ലേശം, ഒത്തിരി വറ്റി പോകണ്ട കേട്ടോ, ഒന്ന് കുറുകണം ചെറുതായിട്ട്. കുറുകി വരുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം അത്യാവശ്യം വെള്ളം ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകും പെട്ടെന്ന്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം ഇനി കുറുകി പോയാൽ കൊള്ളില്ല കേട്ടോ. പിന്നെ വാങ്ങി തണുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒന്നുകൂടി കുറുകി പോകും. ഇത് ഇന്നല്ല കേട്ടോ, നാളെ കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരികയാണേ. ഓക്കെ, നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. എല്ലാവരും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ.